കുടുംബജീവിതമൊക്കെ? തരക്കേടില്ലാതെ പോകുന്നു തിരുമേനി. ആ, പരസ്പരം മനസ്സിലാക്കി പോയ ദൈവം കൂടെ ഉണ്ടാവും. അടിയും വഴക്കുവാണെങ്കിൽ പൊരുതിയിട്ടും പ്രയോജനമില്ല. ദൈവങ്ങൾ കൂടെ നിൽക്കത്തില്ല. എന്നാ ആയിക്കോട്ടെ. ശരി. ആ, മഞ്ജു, മുല്ലപ്പൂ വേണോ? അതെന്തൊരു ചോദ്യ സാഗരേട്ടാ. മുല്ലപ്പൂ വാങ്ങിയിട്ട് എന്റെ തലയിൽ വെച്ചതാ. അതിനിപ്പോ ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ ചോദിച്ചേ ഉള്ളൂ. വാ. ചേച്ചി, മുല്ലപ്പൂ ഒരു മഴ. പുതിയണ്ട, ഇങ്ങനെ തന്നാ മതി. എത്ര ചേച്ചി? 70 രൂപ. ശരി. ഇനി ഇത് ഐശ്വര്യേട്ടന്റെ തലയിൽ വെച്ചേ. നേരെ നിക്ക്. എന്തേ കാണിക്കുന്നേ? മഞ്ജു, തലയിട്ട് അനക്കല്ലേ. ഞാനൊന്ന് വെച്ചോട്ടെ. വേദനിക്കുന്നു. അനങ്ങാതിരിക്കും മഞ്ജു. ശരിയായോ? കുറച്ച് താഴത്തോട്ട് വെച്ചോ. അമ്പലത്തിലോട്ട് വന്നത് കണ്ണനെ പ്രാകാനാ. അപ്പതേ കാണാൻ പാടില്ലാത്ത കാഴ്ച എന്നെ കാണിക്കുന്നു. മഞ്ജു, മേഘൻ. അതിനെന്താ സാഗരേട്ടാ? വാ. ഞാൻ അമ്പലത്തിലേക്ക് വന്നപ്പോ എന്തിനാണ് നീ വന്നേ? അമ്പലം തന്റെ തറവാട് സ്വത്തൊന്നും അല്ലല്ലോ ഞങ്ങൾ വരാതിരിക്കാൻ. അല്ലെങ്കിൽ തന്നെ അമ്പലം അലർജി ആയിട്ട് നടക്കുന്ന ആൾക്കാര് എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? മിണ്ടരുത് നീ. ഇവനെ ഇതുപോലൊന്ന് കൈ കിട്ടാൻ വേണ്ടിട്ട് ഞാൻ കാത്തു നടക്കായിരുന്നു. എന്റെ മുഖത്ത് ചെളിവാരി അറിഞ്ഞിട്ട് നീ ഇവളെയും കൊണ്ട് ഉലകം ചുറ്റാണല്ലടാ. ഇനി എന്റെ സാഗരേട്ടൻ തൊട്ടാ തന്നെ കാണാൻ വരുന്നത് മാർക്കോ ആയിരിക്കും. നീ മാർക്കോയുടെ പേരും പറഞ്ഞ് അധികം എന്നെ പേടിപ്പിക്കല്ലേ. ഇവൻ ഏറെ നാള് നിന്റെ കൂടെ കാണത്തില്ല. ഞാൻ കെട്ടിയ താലി നീ എന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞില്ലേ? അതുപോലെ തന്നെ ഒരു ദിവസം ഈ താലി നിനക്ക് ഇവന്റെ മുഖത്തേക്ക് വലിച്ചെറിയേണ്ടി വരുവടി.